ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്രയാങ്കിൾ ഷേപ്ഡ് ഫുഡിന്റെ ചലഞ്ചാണ്. ട്രയാങ്കിൾ ഷേപ്പുള്ള ഫുഡാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ കഴിക്കാൻ പോകുന്നത്. അപ്പൊ വെറൈറ്റി ചലഞ്ചിലേക്ക് നമുക്ക് പോകാം. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സാൻഡ്വിച്ച്. നമ്മളൊരു ചിക്കൻ സാൻഡ്വിച്ച് ആക്കിയിട്ടുണ്ട്. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ? സാൻഡ്വിച്ച്. അപ്പോൾ ഞാൻ 2 സാൻഡ്വിച്ചാണ് കഴിച്ചിന്. 2 സാൻഡ്വിച്ച് പറയുമ്പോൾ 2 ബ്രെഡും അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇതെല്ലാം ഞാൻ രാവിലെ കഴിച്ചിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 സാൻഡ്വിച്ച് കഴിച്ചു. ഇനിയും വേണമെങ്കിൽ കഴിക്കാൻ വിശക്കുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളുടെ ട്രയാങ്കിൾ ഷേപ്പ് ചാലഞ്ചിൽ പെടുന്നതാണല്ലോ ഇത്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ട് കാണാം. ഇപ്പൊ കഴിക്കാൻ പോകുന്നത് കേക്കാണ്. ഇതെന്താണ്, റെയിൻബോ കേക്ക് എന്നെല്ലാം പറയാം. 3 ലെയറുള്ള 3 കളറാക്കിയത് മാത്രമല്ല, ഇതിന് ഫ്ലേവറും ഉണ്ട്. സ്ട്രോബെറി, പിസ്തേന്റെയും പൈനാപ്പിളിന്റെയും ഫ്ലേവേഴ്സും ഉണ്ട് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എന്നും ഉണ്ട് കേട്ടാ. 2 കൊമ്പ് പോലെ എന്നും ഉണ്ട്. അപ്പൊ ഈ ഒരു കേക്ക് ഇപ്പൊ തിന്നാം. അത്യാവശ്യം വലിയതാണ് ഇത്. ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മധുരമൊന്നും ഇല്ലാത്ത കേക്കാണ്, പക്ഷെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള കേക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് പോയിട്ട് കാണാം. അപ്പൊ ഒരു 2:45 ആയപ്പോഴാണ് ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നത്. ചിക്കൻ സമൂസയും അതിന്റെ കൂടെ സോസും എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സമൂസയും സോസും നല്ല അടിപൊളി ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ നമ്മളെ സമൂസ. അധികം എരിവൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള സമൂസയാണ്. 4 സമൂസയും പിന്നെ സോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. സോസിൽ മുക്കിയിട്ടാണ് സമൂസ തിന്നാൻ പോകുന്നത്. ഈ 4 സമൂസ ഞാൻ തിന്നോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. പൊതുവെ എനിക്ക് വെജിറ്റബിൾ സമൂസ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചിക്കൻ സമൂസ മതി എന്ന് വിചാരിച്ചത്. അങ്ങനെ ചിക്കൻ സമൂസ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എണ്ണം ഞാൻ അടിച്ച് കഴിച്ചു. അടിപൊളി പോളിംഗ് ആയിരുന്നു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര എരിവൊന്നുമില്ല, ഒരു മീഡിയം ആ ഒരു ടേസ്റ്റിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസിൽ മുക്കി തിന്നുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് പപ്സെല്ലാം സോസിൽ മുക്കി തിന്നുമ്പോൾ ഉള്ള ടേസ്റ്റ് ഇല്ലേ, അതുപോലെ തന്നെയാണ് സമൂസയും. കേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേക്ക് 2 വൈറ്റ് ഫോറസ്റ്റും ഒരു റെഡ് വെൽവെറ്റും ആണ് വാങ്ങിയിട്ടുള്ളത്. വരുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗിയെല്ലാം പോയിട്ടുണ്ടായിനി. പക്ഷേ കേക്ക് എന്തായാലും കേക്കാണല്ലോ. കേക്ക് പിന്നെ പേസ്ട്രി ട്രയാങ്കിൾ ഷേപ്പിലല്ലേ ഉണ്ടാവുക. അപ്പം അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് റെഡ് വെൽവെറ്റ് ആണ്. എനിക്ക് ഈ റെഡ് വെൽവെറ്റിനെക്കാട്ടിലും ഇഷ്ടം വൈറ്റ് ഫോറസ്റ്റ് ആണ്. വൈറ്റ് ഫോറസ്റ്റ് പേസ്ട്രി ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്രയാങ്കിൾ ക്രീം കേക്ക്. നിങ്ങൾക്ക് കടിച്ച് നിന്നാണോ ഇഷ്ടം, അതോ ഫോർക്കിനോട് നിന്നോ ഇഷ്ടം? ഈ ഒരു കേക്ക് എനിക്ക് മാത്രമല്ല വേറൊരു പാക്ക് പിള്ളേർക്കും വാങ്ങിയിട്ടുണ്ട്, കാരണം അവരുടെ ഫേവറേറ്റ് ആണ് കേക്ക്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഡോറിറ്റോസ്. ട്രയാങ്കിൾ ഷേപ്ഡ് ആണ് ഡോറിറ്റോസ്. ചുമ്മാ തന്നെ നമ്മൾ കഴിക്കാൻ പോകും. നമ്മളൊരു പാത്രത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. ഖാലി ഹോ ഗയ. ട്രയാങ്കിൾ എടുക്കുക. ഇതെടുത്തിട്ട് ഇത്രയുണ്ട്. ട്രയാങ്കിൾ അല്ലാത്തത് ഞാൻ തിന്നുന്നില്ല. സോസ് എടുത്തിട്ടുണ്ട്. സോസിൽ നമുക്കിങ്ങനെ മുക്കി തിന്നാം. ഡോറിറ്റോസിന് ഭയങ്കര ഒരു പുളിപ്പ് ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ തിന്നതിൽ ഇത്രയും ഡോറിറ്റോസ് ബാക്കിയാണ്. ഒരു 5-6 7 അത്രയുണ്ട്. അത്രയും ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടി. തിന്നിട്ട് മതിയായിട്ട് ഞാൻ സോസിനകത്ത് തന്നെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. രസമില്ല. അപ്പോൾ നമ്മളുടെ ട്രയാങ്കിൾ ചലഞ്ച് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. പിന്നെ ഇതുപോലെയുള്ള വെറൈറ്റി ചാലഞ്ചസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. നമുക്ക് എന്തൊക്കെ ടൈപ്പ് വെറൈറ്റീസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കാം. എല്ലാം ചെയ്യാൻ പറ്റുന്നല്ല, ട്രൈ ചെയ്യാലോ. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ചാലഞ്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.